ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടുത്തോടൊപ്പം നമ്മെയും ഉയർപ്പിച്ച് അവിടുത്തെ മഹത്വത്തിൽ നമ്മെ ചേർത്തിരുത്തുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുകാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. മിശിഹായോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹ വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഓരോ പ്രഭാതവും ഒരു ഉയർപ്പ് അനുഭവമാണ്. ഓരോ പുലരിയും ഒരു ഉത്ഥാനമാണ്. അത് കേവലം ഉറക്കത്തിൽ നിന്നുള്ള ഉത്ഥാനം, ഉയർപ്പ് അല്ല, മറിച്ച് ഇന്നലകളുടെ ഭാരങ്ങളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്ന്, വ്യഗ്രതകളിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ നവമായി ഉയർത്ത് എഴുന്നേൽക്കുകയാണ്. പൗലോസ്ലീഹ നമ്മുടെ നോട്ടത്തെ ക്ഷണിക്കുന്നത് ഉന്നതങ്ങളിലേക്കാണ്. ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുവിനെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. അത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ള രൂപാന്തരീകരണമാണ്. ഉന്നതത്തിലുള്ളവയെക്കുറിച്ച് ചിന്തിക്കുവിൻ, ഉന്നതങ്ങളിലേക്ക് നോക്കുവിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിന്റെ മുൻഗണനാക്രമങ്ങളെ നിശ്ചയിക്കുവിൻ എന്ന് കൂടിയാണ്. എവിടെയാണ് നിന്റെ സ്നേഹം നീ വച്ചിരിക്കുന്നത്? എവിടെയാണ് നിന്റെ സ്വപ്നങ്ങളെ വച്ചിരിക്കുന്നത്? അത് വെക്കേണ്ടത് നിത്യതയിലേക്കായിരിക്കണം. നിത്യതയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ്, നമ്മുടെ ദിശയെ ഉദ്ധിതനിലേക്ക്, നിത്യതയിലേക്ക് ദിശാബോധം നൽകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആവലാതികളെ, ഇന്നത്തെ ആശങ്കകളെ അതിജീവിക്കാനുള്ള കൃപ നമ്മൾ അനുഭവിക്കും. ഇന്ന് കേവലം മറ്റൊരു ദിവസമായി മാത്രം കാണാതെ സ്വർഗത്തിലേക്ക് നമുക്ക് ക്ഷണം ലഭിക്കുന്ന ദിവസമാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് നമ്മളെ വിളിക്കുകയാണ്. ആ വിളിക്കുത്തരം നൽകി ഞാൻ ദേ സ്വർഗത്തിലേക്ക്, ഉന്നതത്തിലേക്ക് നടക്കുകയാണ് എന്ന വിചാരത്തോടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു, let us seek things that are above, not by abandoning our duties, but by elevating them. ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക, ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക എന്നാൽ ഇന്ന് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതല്ല, മറിച്ച് ആ ഉത്തരവാദിത്തങ്ങളെ സ്വർഗത്തിൻ്റെ മഹിമയോടെ ചെയ്യുക എന്നാണ്. നിത്യതയിലേക്ക് നോട്ടം ഉയർത്തി അനുദിന ജീവിത വ്യാപാരങ്ങളെ പൂർത്തിയാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓരോ വാക്ക് ഉരിയാടുമ്പോഴും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും ഓർക്കണം, യു ആർ കോൾഡ് ഫോർ ദ എറ്റേണിറ്റി. നിത്യതയിലേക്ക് ക്ഷണം കിട്ടിയവനാണ് നീ എന്ന് ഓർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എന്നെ ഉയർത്തുന്നവനെ, നവമായ ഒരു ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നവനെ, സത്യത്തിലേക്ക് എൻ്റെ കണ്ണുകളെ നീ ക്ഷണിക്കണമേ. എൻ്റെ കണ്ണുകൾ ഉന്നതത്തിലുള്ളവയെ, ഉന്നതനായ നിന്നെ തരട്ടെ. എൻ്റെ ചിന്തകൾക്ക് സ്വർഗം രൂപം നൽകട്ടെ. എൻ്റെ വാക്കുകളിൽ സത്യം പ്രതിഫലിക്കട്ടെ. എൻ്റെ പ്രവൃത്തികളിൽ നിൻ്റെ സ്നേഹമുണ്ടാകട്ടെ. കർത്താവേ, ഈശോയെ, മാഞ്ഞു പോകുന്നവയിൽ ആശ്രയം വയ്ക്കാതെ എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗത്തെ തേടാൻ എന്നെ നീ ഒരുക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.